ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെറും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ മാത്രം വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സൂപ്പർ ചീസി ഗാർലിക് ബ്രെഡ് തയ്യാറാക്കാം. നമുക്ക് ചായയുടെ കൂടെയും കുട്ടികൾക്കുള്ളൊരു സ്നാക്കായിട്ടും ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ഗാർലിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഗാർലിക് നന്നായിട്ട് തന്നെ സോട്ടായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. അതിന് മുന്നേ ഒരു ബൗളിൽ ഞാനൊരു 2 പീസ് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കുക്കാക്കി വെച്ചിട്ടുള്ള ഗാർലിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇതേപോലെ ഒരു ടെക്സ്ചറാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൗണ്ട് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം ഈ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലോട്ട് നമ്മൾ ഈ ചീസ് സ്ലൈസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഓരോ ബ്രെഡിൻ്റെ മേലെയും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 സെക്കൻഡ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലി, കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസി ഗാർലിക് ബ്രെഡ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മുടെ ചായയുടെ കൂടെയും കുട്ടികൾക്കുള്ളൊരു സ്നാക്കായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്